അല്ല പ്രേക്ഷകരെ കളിയാക്കുവാണെങ്കിൽ മുഖത്ത് നോക്കി പറ. എനിക്കറിയില്ല സാർ ഇതൊക്കെ എന്താണെന്ന്. കിണ്ടിന്ന് ഉപയോഗിക്കോ? കിണ്ടിന്ന് ഉപയോഗിക്കും. ഇത് നമ്മുടെ കമന്റ് ബോക്സിൽ ഇടുക. കിണ്ടി എന്ന് വെച്ചാൽ ഈ സാധനമാണ് കിണ്ടി. സജഷൻ ചെയ്യുന്നു. ഹലോ ഏതാ നീ മനസ്സിലാവില്ല. അപ്പൊ നമ്മളൊരു തക്കാളി അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 100 ഗ്രാം ഇന്നത്തെ ഈ വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് പറയാൻ വേണ്ടി കുക്കുവിനെ ഞാൻ ക്ഷണിക്കുകയാണ്. അല്ല അവരെ നടുക്ക് നിർത്താം. പറഞ്ഞു പറ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ഇറങ്ങാൻ പോയതാ. ഞാൻ ട്രയൽ എടുക്കാതെ വിളിച്ചതാ. നീ പറഞ്ഞ പേരല്ല ഇടാൻ പോകുന്നത്, അതുകൊണ്ടാണ് വെളിപ്പെടുത്താൻ പറ്റിയിട്ട്. വേണ്ട, ഇനി ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് പോയാൽ യൂട്യൂബ് ചാനൽ അല്ലല്ലോ. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് ഓക്കെ. ഇത്രേ ഉള്ളൂ. ബാക്കി പതുക്കെ പറഞ്ഞു, സമയം എടുത്ത് പറഞ്ഞോട്ടെ. ഞാന് ഷിബിനോട് നീ ഷിബിനും അല്ല, ക്യാമറ കൈകാര്യം ചെയ്ത ഷിബിന. അപ്പൊ ഞാൻ ഷിബിനോട് ഇവിടെ വന്നിട്ട് ഇന്നലെ തന്നെ ഒരു പ്ലാൻ ചെയ്തു. ഇന്ന് ഞാനും ചേച്ചി ഇന്ന് ഫ്രീ, പെൺപിള്ളേരെല്ലാം ഫ്രീ ആയിട്ട് ഇന്ന് വീട്ടിൽ ഇരിക്കുന്നു. ആമ്പിള്ളേരാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. ആര്? മെയിൻ കുക്ക്, മെയിൻ ഷെഫ് സജിൻ, സെക്കൻഡ് ഷെഫ് ഷിബിൻ. രണ്ടുപേരോട് ഞങ്ങൾക്ക് ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കി തരാൻ പോവാണ്. ഇപ്പൊ തന്നെ മണി 2:30 കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഉച്ചക്കുള്ളൊന്നും ആയിട്ടില്ല. നമ്മളിനി എന്തൊക്കെയാ വെക്കാൻ പോകുന്നേ? ഇന്ന് അവിയല് തന്നെ കഴിക്കത്തുള്ളൂ. ചോറ്, മീൻ തലക്കറി, മീൻ പരിങ്ങിൽ തോരൻ, മീൻ ഫ്രൈ, ചോറ്. ഞാൻ ആദ്യം പറഞ്ഞത് സാധനങ്ങള്. ഇന്ന് നമ്മള് മീനിന്റെ മഹോത്സവമാണ്. കുക്കിംഗ് എല്ലാം ഞാന് കഴുകുന്നതല്ല അവന്. ഇങ്ങനെയാണ് ഡിസൈഡ് ചെയ്തത്. 2 മെയിൻ ഷെഫുകൾ ചേർന്ന് കുക്കിങ്ങും അവര് തന്നെ. ഇവിടെ ഒരു ഷെഫ് മതി. ഇതെല്ലാം ചെയ്യുമ്പോ അരിഞ്ഞു തരുന്നതും ഈ ക്ലീൻ ചെയ്യുന്നതും. ഞാൻ പറയട്ടെ, വേണ്ട, അതാണ് കറക്റ്റ്. ഒരാള് മീൻകറി ഉണ്ടാക്കും, ഒരാള് മീൻ വറുക്കും. ഞാനുണ്ടല്ലോ. 3 ഗ്യാസ് ഉണ്ടല്ലോ, 3ലും കൂടെ. പിന്നെ ഇതിന്റെ ബാക്കിയൊക്കെ കളയാനും. ഇന്ന് ഷീജാമ്മ വിളിച്ചിട്ട് പറഞ്ഞു, അച്ചാച്ചനും ഷിബിനോട് മോനെ വെളിയിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങോട്ട് കേറാവേ. ഷീജാമ്മ രാവിലെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കിനി സമയം കളയണ്ട, വിശന്നിട്ട് വയ്യ. ചോറ് ഞാൻ വെച്ച് തരാം. ബുദ്ധിമുട്ടുണ്ടോ? ഷോറാവാൻ പറ്റുള്ളൂ. ഒരു കണക്കിന് പറയുമ്പോ നിന്നെ അവഗണിക്കുന്നതാണെങ്കിൽ നമുക്ക് നല്ലതാണ് കേട്ടോ. ജോലി ഭാരം കുറവാണ്. മീൻകറി ജോലി ഭാരം കൊടുത്തോളാം, ആവശ്യത്തിന് ജോലി കൊടുത്തോളാം. മീൻകറി കുളമായ അതിന്റെ ഉത്തരവാദിത്തം കംപ്ലീറ്റ് ഇവിടെയാണ്. ഓക്കെ, അങ്ങനൊന്നും കുളമാവൂല. നമുക്ക് മുളകിട്ട് മീൻകറി വെക്കാം. ഞാൻ പറഞ്ഞുതരാം എങ്ങനെ വെക്കേണ്ടത്. മുളകിട്ട് മീൻകറി റെഡി ഔദാര്യങ്ങൾ വേണ്ട. നിങ്ങൾ രണ്ടുപേരും ഔട്ട് ഹൗസ് ആണെന്ന്. ഇത് കിട്ടിയില്ല. ഏത് കിട്ടിയില്ല? നൈറ്റ് മതിയോ? ഷെഫിന്റെ യൂണിഫോമാണോ? ഷെഫിന്റെ കോട്ട് കിട്ടിയില്ല. എനിക്കതില്ലാതെ വരത്തില്ല. ഒരു ഷോൾ ഇട്ട് എനിക്കതില്ലാതെ വരത്തില്ല. അത് വേണമെങ്കിൽ ഇതിന് മേടിക്കാത്തെന്തായിരുന്നു പറഞ്ഞോ? ഏപ്രിൽ അല്ലേ? ഏപ്രിൽ കട്ടിംഗ് പാഡൊക്കെ ഉണ്ട് ഇവിടെ. കട്ടിംഗ് പാഡുണ്ട്, ആക്ഷൻ മാത്രമേ ഉള്ളൂ. അസിസ്റ്റന്റിനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ശരി, ആയിക്കോട്ടെ. നിങ്ങൾ രണ്ടും തിരിഞ്ഞു ചെയ്യട്ടെ. പറ. അങ്ങോട്ട് കുനുകുണാന്ന് എനിക്കറിയത്തില്ല. പച്ചമുളക്
ഇത് രണ്ടും കൂടെ മിക്സിയിലിട്ട് ആദ്യം നമുക്ക് അടിച്ചിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഇത് നമ്മള് തലക്കറിയല്ല അരപ്പ് അല്ല അതിനകത്ത് മീൻകറി കിട്ടിയാ പോലെ കൂടുതൽ ചോദ്യം അങ്ങനെയൊന്നുമല്ല. അതിനകത്ത് കുറച്ച് തേങ്ങ, പിന്നെ കുറച്ച് ഇഞ്ചി, 2 വെളുത്തുള്ളി, പിന്നെ തക്കാളി, മറ്റേ ഈ മുളക് എല്ലാം കൂടെ ഇട്ടടിച്ചത് തേങ്ങ വെച്ചുള്ള കറിയാണ് എന്റെ സങ്കല്പത്തിരിക്കുന്നത്. ആദിഷ്ടത്തിന് തേങ്ങ അറിയില്ല. ഇങ്ങനെ ഓരോന്നും ചേച്ചി അവിടെ പുറകെ ഇടുന്നതാണ്. ഈ കറി കുളമാക്കുന്നതിന്റെ റെസ്പോൺസിബിലിറ്റി ഇവരുടെ തലയിലാണ്. കാര്യം ഇവരെ രണ്ടുപേരും കൂടെ അതൊന്നും തീരുമാനിച്ചേക്കുന്നത് തേങ്ങ ഇടണ്ടെന്നുള്ളത്. കമന്റിൽ പറയണം തേങ്ങ ഇട്ടുള്ള കറിയാണോ ഇഷ്ടം അതോ ഒരുപാട് തേങ്ങകൾ വരുമെന്നാണ് എന്റെ അഭിപ്രായം. കളിയാക്കുവാന്നോ? അല്ല പ്രേക്ഷകരെ കളിയാക്കുവാണെങ്കിൽ മുഖത്ത് നോക്കി പറ. ആണെങ്കിൽ പറ. മുളകരച്ച കറി ഇന്നത്തോടെ യൂട്യൂബ് ചാനൽ നിർത്താനല്ലോ. മുളകരച്ച കറി ഉണ്ടാക്കിക്കോ. അതാണ് എളുപ്പം. ഇറ്റ്സ് ഓക്കെ. എന്നാ വേണ്ട തേങ്ങ വേണ്ട. വേണ്ട. ഇതിൽ പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുക്കുന്നതല്ല കേട്ടോ. അതായത് ആൾക്കാർക്ക് നീ പറയണ്ട അറിയിക്കോ. നിന്നെ ഇവിടെ കൂട്ടുന്നത് നമ്മള് ഷിജാമയുടെ സജഷൻ ചെയ്യുന്നു. ഹലോ ഏതാ നീ? ഞങ്ങളിപ്പോളെ മീൻകറി വെക്കാൻ ഉദ്ദേശിക്കുക. അപ്പം തേങ്ങ അരച്ചാണോ നല്ലത് അതോ മുളകിട്ട മീൻകറിയാണ് തലക്കറിയാണോ നല്ലത്? ഇച്ചിരി തേങ്ങ ഇടുന്നല്ലേ? ഓക്കെ. അതെങ്ങനെയാ നമ്മൾ ആ കൂട്ടുണ്ടാക്കുമ്പോ തക്കാളിയും തക്കാളിയും അതുപോലെ തന്നെ മുളകും അതിന്റെ അകത്തേക്ക് തേങ്ങയാണോ നമ്മൾ അരച്ചിട്ടുണ്ടേ? ആ ഓക്കെ. ഓക്കെ. ഇത് ഞാൻ ഇതിനകത്ത് ചെയ്യണ്ടോ? ഞങ്ങളിപ്പോ മീൻ മാത്രമേ ആയിട്ടുള്ളൂ. ഞങ്ങളിപ്പോ തക്കാളി അരിഞ്ഞിട്ടുണ്ട്. അപ്പൊ മിക്സിയിലിട്ട് അരപ്പാക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. സ്റ്റാർട്ടിങ് നമ്മൾ എണ്ണ കഴിച്ച് അതിലേക്ക് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടി ഇട്ടങ്ങ് ചെയ്താൽ മതിയോ? അപ്പോൾ എന്നെ ഇഷ്ടമല്ലാത്തോണ്ടല്ലേ ഞാൻ പറഞ്ഞു ഒരു ജൂനിയർ ഷെഫാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അതുകൊണ്ടാണ്. എന്തോ ഞങ്ങളിപ്പോ സത്യം പറഞ്ഞ സ്റ്റാർട്ട് ആയിട്ടില്ല. ഇത് എന്തൊക്കെ അമ്മയുടെ മനസ്സ് ഭയങ്കര തിളത്തോണ്ടിരിക്കുകയാണ്. എന്റെ അമ്മയുടെ പ്രത്യേക ഒരു കഴിവെന്ന് വെച്ചാല് ഒരു കറിയും അങ്ങനെ അറിയത്തില്ല. ഓണാണോ? ഞാൻ കുക്കുവിന്റെ കൊടുക്കാം. പൊട്ടരൊന്നും മനസ്സിലാവില്ല. അമ്മ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും എളുപ്പത്തില് വറുത്തരച്ച കറി എങ്ങനെ വെക്കുന്നേ? ഉപ്പും പുളി ഇടാം. കടുക് പൊട്ടിച്ചിട്ട് അത് വറുത്തെടുക്കണം. വേഗം പറ. അമ്മ ഇത് തന്നെയല്ലേ മീൻകറിയുടെ എന്തോ വ്യത്യാസം എന്ന് പറ. നമ്മള് സാധാ മീൻകറി ഇത് തന്നെയല്ലേ എപ്പോഴാ ഇടണ്ടേ? അയ്യോ ഇത് നോർമൽ മീൻകറി. സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങൾക്കൊരു മീൻകറി വെച്ച് തരും. നിങ്ങൾ അത് കഴിച്ച് തൃപ്തി അടയുക. മമ്മി നമ്മളിന്ന് മുളകിട്ട മീൻകറി ഉണ്ടാക്കും. സുഹൃത്തുക്കളെ, ഞാൻ ചിരിക്കത്തില്ല. അമ്മ പറ. പിന്നെ ഒരു 3-4 സ്പൂൺ തേങ്ങാപ്പൊടിയും പിന്നെ 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ മുളക് പിന്നെ മിക്സിക്കകത്തോട്ട് അരയ്ക്കാൻ ചെയ്യാൻ പോന്നെ കേട്ടോ. അരച്ചിട്ട് ഈ വഴറ്റി വെച്ചില്ലേ മക്കളെ, മറ്റേ ഉള്ളിയും ഇതെല്ലാം കൂടെ ഇളക്കി കഴിഞ്ഞിട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുമ്പോഴത്തേന് ഈ മീന്റെ പുളിയില്ലേ മക്കളെ, പുളിയിട്ട് വെച്ച മീൻ, ആ പുളിയും കൂടി ഇതിനകത്ത് ഇട്ടൊന്ന് തിളക്കണം. മനസ്സിലായോ?
തിളച്ചിട്ട് ഇതിനകത്ത് ഈ മീൻ ചട്ടിക്കകത്തോട്ട് നല്ലപോലെ ഇച്ചിരി വെള്ളം ഒഴിച്ചിങ്ങനെ ഇട്ട് തിളച്ച് വരണം. എന്നിട്ട് അവസാനം ഇച്ചിരി കൂടെ വെളിച്ചെണ്ണ ഒഴിക്കണം. മമ്മി തേങ്ങ മിക്സിയിലിട്ട് അരയ്ക്കുന്നതിന്റെ കൂട്ടത്തിലല്ലേ അരക്കണ്ടേ? മിക്സിക്കകത്ത് പസ്മം പോലും പൊടിഞ്ഞാന്ന് ആ ശരി ശരി ഓക്കെ ഓക്കെ, ഓക്കെ. ഇത് ചുമന്ന മീൻകറിയാണ് വെക്കുന്നത്. അല്ല തേങ്ങ അരച്ച മീൻകറി. ഇനി ക്യാമറ കൈകാര്യം ചെയ്യാൻ എന്റെ അസിസ്റ്റന്റ് ഇങ്ങോട്ട് വരിക. ക്യാമറ കൈകാര്യം ചെയ്യും. അസിസ്റ്റന്റ് സച്ചു, എന്റെ അതിനെ ഇങ്ങനെ താക്കുന്ന എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞോട്ടെ. സച്ചു അങ്ങനെ കട്ട് ചെയ്ത് കേട്ടോ. സച്ചു ഞാൻ പറഞ്ഞ കട്ട് ചെയ്യോ? സച്ചു ഫസ്റ്റില് നമ്മൾ എന്തൊക്കെ എടുത്തെന്നുള്ളത് പറഞ്ഞു പറഞ്ഞോ. പറഞ്ഞോ. ആ ചേച്ചി എടുത്തില്ലേ എടുത്ത്? ഏയ് shit, okay, shit. അതല്ല. ഏയ്. അതിവിടെ മാത്രമല്ല. ഏതാச்சுം சொன்னா അപ്പുറം. നമ്മള് കുറച്ച് തക്കാളി കുറച്ച് ചെറുതായിട്ട് തക്കാളി, ഒരു തക്കാളി. ഒരു തക്കാളി അപ്പൊ ഒരു നമ്മൾ തക്കാളി തക്കാളിയിൽ കുറച്ചൊന്നും പറഞ്ഞ വാക്കില്ല. ഇല്ലല്ലേ? തെറ്റിപ്പോയി, പറഞ്ഞോളൂ, കുഴപ്പമില്ല. അവന്റെ മോന്തയ്ക്ക് തെറിപ്പിക്കല്ലേ, അതിലോട്ട് ഇച്ചിരി മോന്തയ്ക്ക് കണ്ണി തെറിക്കും. ചോദിച്ചോളാം, പറഞ്ഞോളൂ. അപ്പൊ നമ്മളൊരു തക്കാളി അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 100 ഗ്രാം 100 ഗ്രാം പൊന്നിന് ഗ്രാം ഒന്നും പറയണ്ട. 100 ഗ്രാം മുളക്. 100 ഗ്രാം മുളക്. എടാ 2 മുളകല്ലേ ഇട്ടിട്ടുള്ളൂ ഇതിനകത്ത്. അതവിടെ കയ്യിൽ നിന്നും പോയി. മുളക് പൊടി. പൊടി മുളക് 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 പച്ചമുളക്. പച്ചമുളക്. അതിന്റെ explanation ഒന്നും ഇല്ല. ഇതിന്റെ ഇച്ചിരി നിങ്ങൾ കണ്ണി തെറിക്കും. ഇല്ലടി, വെറുതെ അവര് അസിസ്റ്റന്റ് ആയിട്ട് നിർത്തിയേക്കുന്നത്. പക്ഷെ മെയിൻ ഷെഫ് ആക്കാക്കത്തില്ല. കറക്റ്റാ പറയുന്നത്, പറഞ്ഞ മോനെ. അപ്പൊ ഒരു തക്കാളി അരിഞ്ഞത്, അതുപോലെ തന്നെ മുളക് പൊടി, ആഹാ. ആരും ഡിസ്റ്റർബ് ചെയ്തേ. പറഞ്ഞു തീർത്തോട്ടെ. തക്കാളി അരിഞ്ഞത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ അതല്ല കേക്ക്, ഇത്ര അരിഞ്ഞ ഇൻഗ്രീഡിയൻസ് പറയാൻ തന്നെ ഒരു 1/2 മണിക്കൂർ. ഞാൻ ഒഴിഞ്ഞു, എന്റെ സ്ഥാനം ഒഴിഞ്ഞു. നിക്കൊന്ന് തീർച്ചയായും പറ. വളരെ സിമ്പിൾ ആയിട്ട് ഇതിനകത്ത് ഒരു തക്കാളി, 2 പച്ചമുളക്, 4 പച്ചമുളക്. പിന്നെ കുറച്ച് ഒരു 3-4 ടീസ്പൂൺ മുളക് പൊടി ഇടുക. ഇതിനകത്ത് വേറെ എന്തോ ഇട്ടിട്ടുള്ളത്? അറിയത്തില്ല. ഇവിടെ ഇട്ടത് അതില് കുറച്ചൊക്കെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടീസ്പൂൺ ഇഞ്ചി. ടീസ്പൂൺ വെച്ചാൽ അങ്ങനെ പറയാതെ അതെ, അതൊക്കെ പറയാം. അറിയത്തില്ല. ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതിന് തേങ്ങ അതിലിടുവാന്നോ? അതെ കേട്ടോ. തേങ്ങ കുറച്ച് കുറച്ച് അരച്ചെടുത്തിട്ട് രണ്ടാമത് തേങ്ങ ഒത്തിരി അരയില്ല. ഞാൻ അല്ലെങ്കിൽ ഇത് അരച്ചെടുക്കാം. അല്ലെങ്കിൽ അരക്കണ്ട ഒരു Assistance. കുറച്ച് Assistance. തരി കിടന്നോട്ടെ അല്ലേ? അരയ്ക്കാൻ വേണ്ടി മാത്രം ഏൽപ്പിച്ചിട്ടു, അതുപോലും കുളമാക്കരുത്. ഞാൻ പറയട്ടെ, ഈ അമ്മ ഉണ്ടാക്കുമ്പോ വറുത്തരിച്ചടി മഞ്ഞ കളറാ. എന്റെ മോനെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. തേങ്ങ നമ്മൾ തേങ്ങ അരച്ച മീൻ കറിക്ക് മുളക് പൊടി ഇടത്തില്ല. അപ്പോഴാണ് അത് മഞ്ഞ കളറിൽ ഇരിക്കുന്നത്, തേങ്ങ മാത്രം. മുളക് പൊടി ഇതിപ്പോ ആദ്യം നമ്മൾ മുളകരച്ച കറിക്കുള്ള കൂട്ടെടുത്തതിന് ശേഷമാണ് സംഭവം മാറി തേങ്ങ അരച്ച കുറച്ചില്ല, തേങ്ങ അപ്പം മുളക് പൊടി അപ്പം മുളക് പൊടി കളയാൻ പറ്റാത്തത് കൊണ്ടും എന്റെ ടൊമാറ്റോ വേസ്റ്റ് ആവും എന്നുള്ളത് കൊണ്ടും നമ്മൾ 2 ഘട്ട പരുവത്തിലുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ ഇത്രയും മതിയെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിൽ കൂടുതൽ ഞാൻ തേങ്ങ തരത്തില്ല. കുറച്ചുകൂടെ ഒന്നും അറിയാണ്ട് ചേച്ചി. ഒന്നുകൂടെ നന്നായിട്ട് മീൻ ഉണ്ടാക്കുന്ന പാത്രം എടുത്ത് അടിയുന്ന ആരെങ്കിലും അസിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. അസിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. ഇല്ല, എനിക്ക് എനിക്ക് അറിയത്തില്ല. ഞാൻ എടുത്തോളാം. അതായിരിക്കും. നിങ്ങൾ കുക്ക് ചെയ്യുന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ എന്താ നടക്കുന്നത് ഇവിടെ? ഞാനാ പാത്രം കഴിയുന്നത്. നിങ്ങൾ ആര് കയറാൻ പറഞ്ഞതിനകത്ത്? അതെ, ഞങ്ങളോട് പറഞ്ഞു തന്നിട്ട് പോക്കോ. അപ്പഴത്തേക്ക് മാറിത്തരാം. നിങ്ങൾ എന്തേലൊക്കെ കാണിച്ചു തരാം. ഇറങ്ങി പോകാൻ പറഞ്ഞോട്ടോ ശരി. അങ്ങോട്ട് നിന്നോന്ന് പറഞ്ഞു. ചേച്ചി സേഫായിട്ട് നിന്നോ. അങ്ങനെയല്ല. ചേച്ചി സേഫായിട്ട് നിന്നോ. കൊടുക്കല്ല അങ്ങ്. ആ ചോറ് നടക്കി കൊടുത്തേ. ഇളക്കാൻ നല്ലതാ. ഞാൻ പറയുന്നത് ഇനി അടുത്ത മീൻകറിക്ക് വേണ്ടി കൊച്ചുള്ളി നന്നായിട്ട് അരിയാ. ഇതിൽ കൊച്ചുള്ളി നന്നായിട്ട് അരിഞ്ഞോ. കൊച്ചുള്ളി അറിയാം. കൊച്ചുള്ളി നല്ലപോലെ അറിയാം. കൊച്ചുണ്ണി അല്ല, കൊച്ചുള്ളി. ഏത് കൊച്ചുള്ളി? കൊച്ചുണ്ണി അല്ല, ഇവിടെ കൊച്ചുണ്ണി അരിയാൻ പോവാ. കൊച്ചുണ്ണി അരി. കൊച്ചുള്ളി എന്ത് ചെയ്യാനോ അരിയുന്ന എന്തിനാ ഇട്ട് അടിച്ചാ പോലെ. അത് മുഴുവൻ എടുത്താൽ ഹലോ മതി മതി, പൊളിച്ചു പൊളിച്ചെല്ലാം. കൊച്ചുള്ളിയുടെ എണ്ണം കൂടുമ്പോൾ കറിക്ക് രുചി കൂടും. ഓക്കെ, കടുക് എവിടെയാന്ന് പോലും അറിയത്തില്ല. ഇത് ആദ്യം ഞങ്ങൾക്ക് ഇവിടെ എടുത്തു വെച്ച് തരണം. ഇത് എന്തൊക്കെയാണ് ഇവിടെ? പിന്നെ രണ്ടും ഞാൻ എടുത്ത് കൈ തരാമല്ല. എത്ര? മൂന്നെണ്ണം ഹസ്ബൻഡ് മേലെ ഇനിമാതിരി കോമഡി ഇച്ചിരി കുറയ്ക്ക്. ഇത്രയും ബുദ്ധിമുട്ട് ഞാൻ അത് മതി. അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി
അങ്ങനെ പെറുക്കി എറിയില്ല, അണ്ണാക്കി വന്നു. ഇവിടെ ചീഫ് ഷെഫാണ്, അതുകൊണ്ട് നടക്കുന്നത്. തമാശക്കരുതേ, പൊട്ടിത്തെറിക്കേ. ഇല്ല, വാ ഇങ്ങോട്ട് ഇട്ടോ, ഇനി പതിയിടാവളെ, വെറുതെ എറിയില്ല. ഈ ഉള്ളി ഇന്നലാത്തെ മതി മാറ്. മതി പറ, എല്ലാം കഴിഞ്ഞപ്പോ വന്നിട്ട് മതി മാറുന്നു. ഇനി ഞാൻ ഇളക്കുന്ന വീഡിയോ എടുത്തോ. അസിസ്റ്റൻസിന്റെ ഒക്കെ പടി കഴിഞ്ഞു, ഇനി ഷെഫാണ്. നല്ല ഇന്ത്യയൊക്കെ ഇളകിയോ? കിണ്ടി ഇളക്കാനോ? ഏത് ഭാഷ എടുത്ത് ഏത് നാട്ടുകാരനാ? എന്റെ കിണ്ടി ഇളക്കാൻ നേരിട്ടില്ലേ? കിണ്ടി ഇളക്കാനോ? നെക്സ്റ്റ് അത് നിന്റെ അരപ്പിക്കതാ. നെക്സ്റ്റ് അതാദ്യം ഇതൊന്ന് കളർ മാറും, അറിയത്തില്ല ചീഫ് ഷെഫ്. ഇടാൻ വേണ്ടിയല്ല, പിന്നെ ഇതിനെ കാണാൻ വേണ്ടി. ഇത് മാറിക്കോട്ടെ. ഞാൻ ഇവിടെ മീൻ മറക്കുവാണെങ്കിൽ നമുക്ക് വേഗം പരിപാടി കഴിഞ്ഞാൽ. അതാ ഞാനും പറഞ്ഞോളൂ. പോരെ മീൻ ആണോ? ഈ വീഡിയോ കാണുന്ന എല്ലാരും താഴെ കമന്റ് ചെയ്യണം. ആലീസ് എല്ലാം എടുത്തു വെച്ചു കൊടുത്തു. അവർ രണ്ടും ജസ്റ്റ് ഒന്ന് കിണ്ടി ഇളക്കി എടുത്തു. കിണ്ടി ഇളക്കിന്നു. ആ കിണ്ടി ഇളക്കിയെന്ന് പറയുമല്ലോ. എല്ലാം ഇത് മാറ്. വളരെ മോശമാണ്. ഒരു മ്യൂട്ട് സൗണ്ട് ഇട്ട് കേൾപ്പിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങളാണ് നെഗറ്റീവ് മൈൻഡ്, ഞങ്ങൾ പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളെയാണ് അതിന് നെഗറ്റീവിനെ കാണുന്നത്. അതെ, കിണ്ടിന്ന് ഉപയോഗിക്കൂ, കിണ്ടിന്ന് ഉപയോഗിക്കും. കിണ്ടി ഉപയോഗിക്കും. ഇത് നമ്മുടെ കമന്റ് ബോക്സിൽ ഇടുക. ഇനി നമുക്ക് കമന്റ് ബോക്സിൽ കാണാം ഇതിന്റെ. ആ കിണ്ടിയല്ല ഈ കിണ്ടി. ഇനി ഏത് കിണ്ടിയാണ് ഈ കിണ്ടി? ഇത് കിണ്ടി തന്നെ ഇങ്ങനെ കിണ്ടി. എടി കിണ്ടി എന്ന് വെച്ചാൽ ഈ സാധനമാണ് കിണ്ടി. ഇൻഫർമേഷൻ, ഇതാണ് കിണ്ടി. എല്ലാരും കാണും, ഇതാണ് കിണ്ടി. ഇതാണോ കിണ്ടി? ഈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കിണ്ടി. കിണ്ടി തീർന്നു, മതിയോ? ഞങ്ങളെ ഇളക്കുന്നേ മാർഗം കേട്ടോ. ഉപ്പിച്ചിട്ട് കുറവുണ്ട്. സൂപ്പർ. ഇതാണ് തലയോ? തലക്കറി. തല. ആ തലയാണ് ഈ തല. ഇത്ര മതിയായിരിക്കുമെന്നാണ് എന്റെ ഇത്. ഇനി എന്തോ ചെയ്യാൻ പോകുന്ന മീൻ എടുത്തിട്ടു, ഇനി മീൻ വറക്കാനുള്ള മീൻ എടുത്ത് പൊരിക്കാൻ വെക്കണം. വറക്കാനുള്ള മീനെടുത്ത് നമ്മളിനി പൊരിക്കാൻ വെക്കാൻ പോവാണ്. തെറ്റെന്താന്ന് പറഞ്ഞു? വറക്കാനുള്ള മീൻ എടുത്ത് പൊരിക്കാൻ വെക്കണം. തെറ്റെന്താണ്? വറക്കാനും പൊരിക്കാനും എന്നുള്ളത് ഒരേ വാക്കാണ്. ഞങ്ങള് മലയാളത്തിൽ നല്ല പരിജ്ഞാനം ഉള്ളതുകൊണ്ട് ഞങ്ങൾ പല മാറ്റി മാറ്റി ഞങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. 2 പ്രാവശ്യം പറയണ്ട. മീനാണ് ഇത്രയും പറഞ്ഞാൽ മതി. വറക്കാനുള്ള ഇതാണ് വറക്കാനുള്ള മീൻ. വറക്കാനുള്ള മീൻ എടുത്ത് പൊരിക്കാൻ ഇടണമെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ മീൻകറി സെറ്റ് ആയിട്ടുണ്ട്. എന്റെ മീൻകറി കിടലിനായിട്ടുണ്ട്. എന്റെ വകുപ്പാണ്. സെറ്റായിട്ടുണ്ട്. അതെ, ഞങ്ങള് മീൻകറി ഉണ്ടാക്കിയ മേജർ ഷെഫുകൾ വെളിയിറക്കുവാണ്. മീനല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് കൊണ്ടുവരും. ഞാൻ അവിടുന്ന് കഴിക്കാൻ മാത്രം മതി. ഹാൻഡ് ഓവർ ചെയ്യുവാണ്. അപ്പം എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കോ കിട്ടോ. ഞാനപ്പോഴേക്ക് ചോറ് വിളമ്പാം. ഇത് പോരെ, ഇതെടുത്താ പോരെ. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ മീൻകറി. എല്ലാരും കണ്ടോളൂ. അതിന്റെ പാത്രം ഇപ്പൊ കൊണ്ട് സൂപ്പർ. എല്ലാരും എന്നെ നോക്കി, എല്ലാരും ഇങ്ങോട്ട് നോക്കി. നല്ല മീൻകറി കേട്ടോ, ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല മീൻകറി. അതിൻ്റെ കൂടെ മീൻ വറുത്തതുണ്ട്, പപ്പടം ഉണ്ട്, ചോറുണ്ട്, സാലഡുണ്ട്. അതിൻ്റെ കൂടെ ഇന്ന് TV ഉണ്ട്, പുറത്ത് മഴയുണ്ട്. സൂപ്പർ വൈബാട്ടോ. ഇന്ന് സൂപ്പറാണ്. ബൈ. ഹാപ്പി സൺഡേ. ഹാപ്പി സൺഡേ. ഹാപ്പി സൺഡേ. ഹാപ്പി സൺഡേ.